ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചാൽ അപ്പോൾ നേരെ വിട്ടു പഴനിക്ക് പോകുമ്പം ചിറ്റൂർക്കൊന്ന് കയറി. ചിറ്റൂരാണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അച്ഛനും അമ്മയും എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞങ്ങൾ രാത്രിയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കുതിരാനെത്തി. അങ്ങനെ കുതിരാനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുരങ്കത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം 1 കിലോമീറ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാനത് ഫുള്ള് എടുത്തു. പക്ഷെ അത് വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നമ്മൾ കട്ട് ചെയ്തു. പിന്നെ അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്ത് കാലത്ത് നേരത്തെ തന്നെ എഴുന്നേറ്റ് നേരെ പഴനിക്ക് വിട്ടു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മ, അച്ഛൻ, വലിയേട്ടൻ, പിന്നെ ചേട്ടൻ, 2 കുട്ടികൾ, ചേട്ടനും വൈഫും, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഴനിക്ക് പോകുന്ന ഒരു റൂട്ടാണ് കണ്ടുകൊണ്ടിരിക്കണേ. ആ ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് വെയിനാണ്. അപ്പോൾ അതൊരുപാട് ഭാഗങ്ങളിൽ അങ്ങനെ അടുത്തായിട്ടും ലോങ് ആയിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. ആ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോ എടുത്തിരുന്നു. പക്ഷെ അതും ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ച് കുറേയൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ 1-2 ക്ലിപ്പ് മാത്രമാണ് ഞാൻ കയറ്റിയിട്ടുള്ളത്. ഇപ്പോൾ കാണുന്നത് അച്ഛനാണ്, അതുപോലെ അമ്മയുണ്ട്, ചേട്ടൻ്റെ കുട്ടികളുണ്ട്, എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന അമ്മയാണ്. അപ്പോൾ അതേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിൻഡ് വെയിനാണ്. അപ്പം അത് ഒരുപാട് ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ കുറച്ചാണ് നമ്മൾ കയറ്റിയിട്ടുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് ചിറ്റൂരിൽ നിന്ന് വലിയ അത്ര അങ്ങോട്ട് ദൂരമില്ല എന്നൊക്കെയാണ്. പഴനി പെട്ടെന്ന് എത്തുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അത്യാവശ്യം കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു 110 കിലോമീറ്ററൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഓടിച്ചിട്ട് എത്താത്ത പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജേണിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പഴനിയുടെ മുകളിലുള്ള ക്ലിപ്പുകളൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം അവിടെ ഫോണ് അലോഡ് ആയിരുന്നില്ല. അപ്പം അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അന്ന് വൈകിട്ട് വീടെത്തിയതിന് ശേഷം ഒരു ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അച്ഛനാണ് ഈ കാണുന്നത്. തൊട്ടപ്പുറത്ത് അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. മല കയറി വരുമ്പോഴേക്കും തീരെ വയ്യാതായിട്ടാണ് വന്നത്. അപ്പോൾ ഫുള്ള് റെസ്റ്റിലാണ്. പിന്നെ കാണുന്നത് ചേട്ടൻ്റെ മക്കളും ചേട്ടൻ്റെ വൈഫും കുട്ടികളൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടെ സന്തോഷമായിട്ട് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഇത് ഞങ്ങളുടെ സാൻവിയാണ്, 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇത് വാവച്ചിയാണ്, UKGയിലാണ് പഠിക്കുന്നത്. അമ്മുക്കുട്ടിയാണ്. പിന്നെ ഇത് 2ാമത്തെ ചേട്ടൻ്റെ മോൻ അബിയാണ്. അതുപോലെ ഇത് രമ്യ, 3ാമത്തെ ചേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ 3ാമത്തെ ചേട്ടൻ്റെ കുട്ടികളാണ് ഈ കാണുന്നത്. ഇത് അച്ചുകുട്ടനാണ്. അപ്പോൾ എല്ലാവരും കൂടി വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് കേക്ക് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ടയേർഡാണ്, പോയി വന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം അച്ഛനും അമ്മേനും നടക്കാൻ പറ്റാത്തതുകൊണ്ട് ട്രെയിനിൽ കയറ്റി വിടാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിന് ഭയങ്കര ലേറ്റായി. ഞങ്ങൾ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും മലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ട്രെയിൻ ടിക്കറ്റിനായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ട്രെയിന് ലേറ്റാവും. 3 മണി 4 മണി, ഈവനിങ് ഒരു 4 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഇരുന്ന് മല കയറാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കയറിയതാണ്. തിരിച്ചെത്തുമ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും തീരെ വയ്യായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ടയേർഡായിരുന്നു. അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കംപ്ലീറ്റ് റെസ്റ്റിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇതേ കേക്ക് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇതിപ്പോൾ അച്ഛനാണ് ആദ്യം കൊടുത്തത്. അങ്ങനെ അമ്മയ്ക്ക് കൊടുത്തു. അത് മെയിനായിട്ട് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവരൊക്കെ ആയിട്ടൊരു സന്തോഷമായിട്ടൊരു ഡേ കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ രസമാക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ തന്നെയായിരുന്നു കേക്കൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ ക്രിസ്മസും കൂടി ആണല്ലോ. അങ്ങനെയാണ് ഈ കേക്ക് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ വിശേഷം ഇപ്പം ന്യൂ ഇയറും ക്രിസ്മസിനും അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഉണ്ടാവാറില്ല. ഇന്നിപ്പോൾ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു. എല്ലാവർക്കും അതൊരു അടിപൊളിയായിട്ടുള്ളൊരു ദിവസമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് കട്ടിങ് ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. അല്ലെങ്കിൽ ഇത്രയും ടയേർഡായിരിക്കുമ്പോൾ ഈ ഒരു പരിപാടി പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതായിരുന്നു. പിന്നെ എന്തെങ്കിലാണ് ഞങ്ങൾ കൂടുന്നത്. ഇപ്പോൾ വെക്കേഷനൊക്കെ പോകുമ്പോഴാണ് ഒന്ന് നിൽക്കുക. അതെല്ലാവരും പോലെ ഈ 4-5 ആഴ്ചകളോളം അങ്ങനെ വീട്ടിൽ പോയി നിൽക്കാറുള്ള പതിവൊന്നുമില്ല. 1-2 ദിവസം നിൽക്കും. മാക്സിമം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം. 3ാമത്തെ ദിവസം നമ്മൾ വീട്ടിലെത്തിയിരിക്കും. അങ്ങനെയാണ്. സ്റ്റേ ചെയ്ത പരിപാടികളൊന്നും ഇല്ല. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൃശ്ശൂർക്ക് വിട്ടു. അതിപ്പോൾ തൃശ്ശൂർക്ക് തിരിച്ചു. അന്ന് രാത്രി തന്നെ ഈവനിങ്ങാണ് തിരിച്ചത്. ആകെ ഒരു ദിവസം പഴനിയിൽ സ്റ്റേ ചെയ്തു. അതുപോലെ പിറ്റേ ദിവസം ഒരു 3 മണി 4 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ തൃശ്ശൂർക്ക് വിട്ടു.
അങ്ങനെ ഇത് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജേണിയാണ് കാണുന്നത്. അപ്പോൾ വരുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ദിവസമാണ് അന്ന് ഇവിടെ തൃശ്ശൂർ വീട്ടിൽ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാർലി ഇല്ലാത്ത വീഡിയോ ഏതിലും കാണാറില്ല, മിക്കതും ചാർലി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതേ അവർ തമ്മിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, 4 പേരും കൂടിയിട്ട്. അപ്പോൾ ലൂഡോ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അടിപൊളിയായിട്ട് തന്നെ അവർ ഒരു ദിവസം എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, അടിപൊളിയായിട്ട് അവർ മാനേജ് ചെയ്ത് പോയി എന്നുള്ളത് അവർക്ക് ഭയങ്കര രസമായിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അവരറിയാതെ വന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ചളപ്പൊക്കെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഞങ്ങളെ അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ എൻകറേജ് ചെയ്ത് വീഡിയോസൊക്കെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് വിടാം. ഓക്കെ. പിന്നൊരു കാര്യമുള്ളത്, പഴനിക്ക് മുകളിൽ ഫോൺ അലോഡ് അല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഇതിൻ്റെ കൂടെ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടാറ്റാ.